ഊടും പാവും നെയ്യേണ്ടത്, അല്ല ക്രിസ്തുവിനെ കിട്ടുന്ന ആനുകൂല്യങ്ങളെ അടിസ്ഥാനപ്പെടുത്തിയല്ല. ഇപ്പം കഴിഞ്ഞ ദിവസം ജെയ്സൺ എന്നുള്ള സാക്ഷ്യം പറയുന്ന ആൾ പറഞ്ഞത്, ഞാൻ പറയുന്ന കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലാവത്തില്ല, കാരണം അത് ആധ്യാത്മികമായി മനസ്സിലാക്കേണ്ടതാണ്. ആധ്യാത്മിക അനുഭവം ഉള്ളവർക്കേ എൻ്റെ ഫീലിംഗ് മനസ്സിലാകത്തുള്ളൂ. അപ്പം നമ്മൾ പൊതുവെ വിചാരിക്കാത്ത, ഇപ്പം നമ്മൾക്കുള്ള എങ്ങനെയാണ്, നമുക്ക് പ്രാർത്ഥിച്ച ഒരു സംഭവം കിട്ടിയ സന്തോഷം, പക്ഷെ അത് ദൈവത്തിൻ്റെ സന്തോഷമല്ല, അത് ലോകത്തിൻ്റെ സന്തോഷമാണത്. അത് ദൈവമായിട്ടുണ്ടാകുന്ന സന്തോഷമല്ലത്. അത് എടുത്തു കളയാൻ പറ്റുന്നത് കൊണ്ടാണ് ഈശോ പറയണത്, ഞാൻ നിങ്ങൾക്ക് തരുന്ന സന്തോഷം ആരും നിങ്ങളിൽ നിന്ന് എടുത്തു കളയത്തില്ല. ജോലി കിട്ടിയപ്പോൾ സന്തോഷം, പക്ഷെ ട്രാൻസ്ഫർ വന്നപ്പോൾ ദുഃഖം. അതാണ് വിഷയം. അത് എടുത്തു കളയാം. ട്രാൻസ്ഫറിന് നിൻ്റെ സന്തോഷം, ജോലി കിട്ടിയപ്പോൾ ഉണ്ടായ സന്തോഷം ട്രാൻസ്ഫറിന് എടുത്തു കളയാൻ പറ്റും. പക്ഷെ നമ്മൾ ദൈവത്തിലാണ് ആശ്രയിച്ച് അഭിഷേകം പ്രാപിക്കണമെന്നുണ്ടെങ്കിൽ ഇതൊക്കെ ജീവിതത്തിൽ ഉള്ളതാണ്, ജീവിതത്തിൻ്റെ ഭാഗമാണ് മനസ്സിലാക്കിക്കൊണ്ട് ദൈവത്തെ നമ്മളിൽ നിന്ന് എടുത്തു കളയാത്തുള്ള കാലം വേറെ ആർക്കും നമ്മളിൽ നിന്ന് നമ്മുടെ സന്തോഷം എടുത്തു കളയാൻ പറ്റത്തില്ല. പ്രൈസ് ലോർഡ്. അത്യപൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം. ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക.